എറണാകുളം കോതമംഗലത്തെ 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രണ്ടാനമ്മയെന്ന് പോലീസ്. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് നിഗമനം. കൊലപാതകത്തിൽ പിതാവിനും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഇരുവരെയും റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. UP സ്വദേശിനിയായ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഞ്ജലി ശ്രീജിത രാജ് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജലി, രണ്ടാനമ്മയാണ് കൊലപാതകം നടത്തിയത്. അച്ഛനിതിൽ പങ്കുണ്ടോ? ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ എവിടെയാണ്? അരുൺകുമാർ, അതെ, രണ്ടാനമ്മയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന കണ്ടെത്തലിലാണ് പോലീസ് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ ഉത്തർപ്രദേശുകാരനായ അജാസ് ഖാനും ഭാര്യ നിഷയും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. അതായത് കുട്ടിയെ കൊലപ്പെടുത്തിയത് ഈ രണ്ടാനമ്മയാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഈ ഉത്തർപ്രദേശ് സ്വദേശിനിയായ പെൺകുട്ടി വീടിനുള്ളിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസിനോട് ഇവർ പറഞ്ഞത് കുട്ടി രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ ആയപ്പോൾ എഴുന്നേറ്റില്ല. ഇതിൽ സംശയം തോന്നിയാണ് പോലീസ് സംഭവ സ്ഥലത്ത്, അതായത് വീട്ടിനുള്ളിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി അതായത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്, അതായത് ഈ കുട്ടി ഇപ്പോൾ ഈ അജാസിന്റെ ആദ്യ ഭാര്യയുമായിട്ട് അജാസ് വേർപിരിഞ്ഞതാണ്. തുടർന്നാണ് ഈ രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത്, അതായത് നിഷയെ വിവാഹം കഴിക്കുന്നത്. തുടർന്ന് നിഷയ്ക്ക് അതായത് നിഷ അജാസ് ഖാനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിഷ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ഇതിൽ നിഷയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ ഈയിടെ നിഷ വീണ്ടും ഈ അജാസ് ഖാന്റെ കുട്ടിയെ ഗർഭം ധരിച്ചു. അതായത് രണ്ടാമതൊരു കുട്ടിയെ കൂടെ നിഷ ഗർഭം ധരിച്ചു. ഈ കുട്ടി, അതായത് ഇപ്പോൾ 2 കുട്ടികളായി. തുടർന്ന് ഈ മുസ്കാൻ എന്ന് പറയുന്ന അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ കുട്ടി ഇവർക്കൊരു ബാധ്യതയാകും. തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിന് ഈ കുട്ടി ഒരു വെല്ലുവിളിയാകുമെന്ന ചിന്തയാണ് രണ്ടാനമ്മയ്ക്ക് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ.